കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവർ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ചൊരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. 10-ാം അധ്യായത്തിൽ യേശു ആടും ഇടയനും തമ്മിലുള്ള ബന്ധം, യേശുവും ദൈവജനവും തമ്മിലുള്ള ബന്ധത്തെ, ആടും ഇടയനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ആണ് പറയുന്നത്. ഇവിടെ പറയാണ്, നല്ല ഇടയനായ യേശു തൻ്റെ ആടുകളെ പുറത്തു കൊണ്ടുപോകുന്നു. പുറത്തു കൊണ്ടുപോയ ശേഷം യേശു അവയ്ക്ക് മുൻപായി നടക്കുന്നു. യേശുവിൻ്റെ ആടുകൾ യേശുവിൻ്റെ ശബ്ദമറിഞ്ഞ് യേശുവിനെ അനുഗമിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയനായ യേശു കർത്താവിൻ്റെ പ്രത്യേകത, നമ്മെ മുന്നേ വിട്ടിട്ട് യേശു പുറകെ വരികയല്ല, പകരം യേശു നമ്മുടെ മുൻപിൽ യാത്ര ചെയ്യുന്നു. ഇന്ന് രാവിലെ ഞാനും നിങ്ങളും നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ, നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, ജോലിക്ക് വേണ്ടിയാകാം, ചിലപ്പം മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയാകാം, എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴും ഞാനും നിങ്ങളും യേശുവിൻ്റെ കയ്യിലെ ആടുകളാണെങ്കിൽ, യേശുവിനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ, യേശു കർത്താവാണെന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മുമ്പിൽ നടക്കുന്ന ഒരു നല്ല യേശു കർത്താവുണ്ട്. അതുകൊണ്ട് നിങ്ങളല്ല മുമ്പിൽ നടക്കുന്നത്, നിങ്ങൾ വഴി കണ്ടുപിടിക്കുന്നില്ല, നിങ്ങളല്ല മുന്നേ പോയി പ്രതിസന്ധികളെ മാറ്റുന്നത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുൻപിൽ നടന്ന്, നിങ്ങൾക്ക് വഴി തുറന്ന്, നിങ്ങൾക്ക് വേണ്ടി സാഹചര്യങ്ങളെ അനുകൂലമാക്കി നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ യേശുവിൻ്റെ ആ ശബ്ദം നമ്മൾ തിരിച്ചറിയണം. യേശു കർത്താവിൻ്റെ ശബ്ദം ഞാൻ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ശബ്ദത്തെ അനുസരിക്കുന്നവരാണെങ്കിൽ, കർത്താവ് ഇന്നു പകൽ നമ്മുടെ ജീവിതത്തിൽ വഴികൾ വിശാലമായി തുറന്നു തരും. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട വഴിയിലൂടെ യാത്ര ചെയ്യാൻ യേശു കർത്താവ് നമ്മളെ സഹായിക്കും. പ്രിയമുള്ളവരെ, യേശു കർത്താവിനെ നമ്മൾ അനുഗമിക്കുന്നതേ ഉള്ളൂ, നമ്മൾ വഴി കണ്ടുപിടിച്ച് പോകുമല്ല. നമുക്ക് വേണ്ടി നിന്റെ ജീവിതത്തിൽ എല്ലാ വഴികളും തുറന്നു തന്ന്, നിന്റെ വഴികളിൽ നിന്റെ മുൻപിൽ നടന്ന് നിന്നെ നടത്താൻ കർത്താവിനറിയാം. യേശു മുൻപിൽ നടക്കുന്നത് കൊണ്ട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നത് നമ്മളല്ല അഭിമുഖീകരിക്കുന്നത്, യേശുവാണ് നമ്മുടെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രതിസന്ധികളെ യേശു കർത്താവ് അഭിമുഖീകരിച്ച് ആ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ കരേറി നമ്മൾ നല്ല ശാന്തമായ ജീവിതമാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ആ ശാന്തമായ ജീവിതം അനുഭവിക്കാൻ നമ്മളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. യേശു കർത്താവ് നമ്മളെ അതിന് ശക്തമായി അനുഗ്രഹിക്കട്ടെ. ആ അനുഗ്രഹിക്കപ്പെട്ട യേശു കർത്താവിൻ്റെ മുൻപിൽ പുറകെ നടക്കാൻ കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾക്ക് അവിടുത്തെ ശബ്ദം തിരിച്ചറിഞ്ഞ് അങ്ങേ അനുഗമിക്കാൻ ഇന്ന് പകലും കർത്താവ് സഹായിക്കണം. അങ്ങനെ യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് ഇന്ന് ഞങ്ങളുടെ ജീവിതം സമാധാനമുള്ളതാണ്, സ്വസ്ഥതയുള്ളതാണ്, അനുഗ്രഹിക്കപ്പെട്ടതായി തീരാൻ കർത്താവ് സഹായിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവർ, ഇന്ന് പകലും നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാകും. കർത്താവിൻ്റെ ആ സമാധാനം അനുഭവിക്കാൻ കർത്താവ് സഹായിക്കട്ടെ.